വെൽക്കം ബാക്ക്. കോൺഫിഡൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ. കാരണം ഇന്നത്തെ ലെസൺ പ്രൊനൗൺസിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇംഗ്ലീഷിൽ ചില വാക്കുകളുണ്ട്, കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷേ ഉച്ചരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറയേണ്ടി വരുമ്പോൾ നമുക്കൊരു തപ്പൽ തോന്നും, ഇതിങ്ങനെയാണോ അങ്ങനെയാണോ പറയേണ്ടതെന്ന്. അങ്ങനെ നമ്മളെ കുഴപ്പിക്കുന്ന തരം കുറച്ച് പെയർസ് ഓഫ് വേർഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ കാണാൻ പോകുന്നത്. അതിലാദ്യത്തെ പെയറാണ് നിങ്ങൾ ഈ കാണുന്നത്. കാണാമല്ലോ രണ്ട് വാക്കുകൾ. ഇതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആദ്യം ഈ വാക്ക് നോക്കാം. ഇത് നമ്മൾ പറയുന്നത് ക്യാരിയർ എന്നാണ്. ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്തിനെങ്കിലും ക്യാരി ചെയ്യുന്ന, വഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വസ്തു എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സൈക്കിൾ കാണാമല്ലോ. ഇതിനൊരു ക്യാരിയർ ഉണ്ട്, കാരണം ഇവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് ഈ സൈക്കിളിൽ അല്ലേ. അപ്പോൾ അതിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ക്യാരിയറാണ്. അതുപോലെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഷോപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ, നമ്മൾ ക്യാരി ബാഗ് എന്ന് പറയും. അതിന് നമുക്ക് ക്യാരിയർ ബാഗ് എന്ന് പറയാം. അതുപോലെ തന്നെ വിമാനങ്ങളൊക്കെ, അതായത് എയർക്രാഫ്റ്റ്സ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയെയും ക്യാരിയർ എന്ന് വിളിക്കാം. ഒരു രോഗം വഹിക്കുന്ന ഒരാളെ ക്യാരിയർ എന്ന് വിളിക്കാം. അപ്പോൾ ഈ വാക്ക് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ക്യാരിയർ എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ ഫണറ്റിക് സ്ക്രിപ്റ്റാണ് ഞാനിവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ട് നിങ്ങൾ വറീഡ് ആവണ്ട. ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാനിത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വാക്ക് ഒന്ന് രണ്ട് സെൻറ്റൻസസിലൊന്ന് പറഞ്ഞു നോക്കാം. മൈ ബൈസിക്കിൾ കംസ് വിത്ത് എ ക്യാരിയർ. എൻ്റെ സൈക്കിളിന് ക്യാരിയർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഐ നീഡ് എ ക്യാരിയർ ബാഗ് ടു ഹോൾഡ് മൈ സ്റ്റഫ്. എൻ്റെ ഈ സാധനങ്ങളൊക്കെ ഇടാനായിട്ട് എനിക്കൊരു ക്യാരിയർ ബാഗ് വേണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അടുത്ത വാക്ക് നോക്കൂ. ഇത് നമ്മൾ ഉച്ചരിക്കുന്നത് കരിയർ എന്നാണ്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ തൊഴിൽ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതം, അതിനെക്കുറിച്ച് പറയാനൊക്കെയാണ് നമ്മൾ ഈ കരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസ് പറയാം. ഹി വാണ്ട്സ് ടു പെർസ്യൂ എ കരിയർ ഇൻ ഡിസൈനിങ്. ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യാനാണ് അയാൾക്ക് താല്പര്യം. അപ്പോൾ ഇവിടെ കരിയർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആ തൊഴിൽ എന്നാണ്. മറ്റൊന്ന്, ഷി ബിഗാൻ ഹർ കരിയർ ആസ് എ ടീച്ചർ. അവരുടെ ഔദ്യോഗിക ജീവിതം ഒരു അധ്യാപിക എന്ന നിലയിലാണ് ആരംഭിച്ചത്. അപ്പോൾ എങ്ങനെയാണിത് പറയുന്നതെന്ന് കേട്ടല്ലോ. കരിയർ ആദ്യത്തത്, ക്യാരിയർ ഇത് കരിയർ. ഇനി നമുക്ക് അടുത്ത പെയർ ഓഫ് വേർഡ്സ് നോക്കാം. ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ അന്വേഷിക്കുന്ന ഒരാൾ നിർബന്ധമായും ഈ വാക്കുകളുടെ ഉച്ചാരണം അറിഞ്ഞിരിക്കണം. നമുക്ക് ആദ്യം ഈ വാക്ക് നോക്കാം. ഇത് നമ്മൾ പറയുന്നത് റെസ്യൂമേ എന്നാണ്. റെസ്യൂമേ. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇതിനെ റെസമേ എന്ന് വിളിക്കാം കേട്ടോ. റെസമേ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, നമ്മളൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ആ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ റെസ്യൂമേ എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ചിലപ്പോൾ ഇതിന് CV, അതായത് കരിക്കുലം വിറ്റായി അങ്ങനെയും പറയും. ഈ സെൻറ്റൻസസ് നോക്കൂ. ഐ ഹവ് ഓൾറെഡി സെൻറ്റ് മൈ റെസ്യൂമേ ടു മെനി കമ്പനീസ്. പല കമ്പനികൾക്കും ഞാൻ എൻ്റെ റെസ്യൂമേ അയച്ചു കഴിഞ്ഞു. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ റെസ്യൂമേ വായിച്ചിട്ട് ആ ഇൻ്റർവ്യൂവർ നമ്മളോട് പറഞ്ഞേക്കാം, ഐ എം ഇംപ്രസ്ഡ് ബൈ യർ റെസ്യൂമേ. നിങ്ങളുടെ റെസ്യൂമേ വായിച്ചിട്ട് എനിക്ക് നല്ല അഭിപ്രായം തോന്നുന്നു എന്ന്. ഈ റെസ്യൂമേക്ക് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കിൽ തരുന്ന ഒരു വിവരണം, അതിനും റെസ്യൂമേ എന്ന് പറയും. ഹി ഗേവ് us എ ബ്രീഫ് റെസ്യൂമേ ഓഫ് ദി ഡേയ്സ് ഇവൻറ്റ്സ്. അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചുരുങ്ങിയ വിവരണം അയാൾ തന്നു. കണ്ടോ, ഇവിടെയും റെസ്യൂമേ എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഈ റെസ്യൂമേ പോലെ ഇരിക്കുന്ന മറ്റൊരു വാക്ക് നമ്മൾ കണ്ടില്ലേ, ഇതെങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് അറിയാമോ? ഇത് റിസ്യൂം ആണ്. ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് പുനരാരംഭിക്കുക, അതായത് എന്തെങ്കിലും ഒരു കാര്യം നിർത്തി വെച്ചിരുന്നത് വീണ്ടും തുടങ്ങുക എന്നാണ്. റിസ്യൂം. ഇതൊരു വേർബാണ് കേട്ടോ. ചിലപ്പോൾ മഴ കാരണം ഒരു കളിയൊക്കെ നിർത്തി വെച്ചിട്ട് അത് വീണ്ടും തുടങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് പറയാം, ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് ഫോർ റെയിൻ ദ മാച്ച് റിസ്യൂംഡ് അറ്റ് 1 PM. കണ്ടോ, റിസ്യൂംഡ്, വീണ്ടും തുടങ്ങി എന്നർത്ഥം. ഇനി ഈ പെയർ ഓഫ് വേർഡ്സ് ഒന്ന് നോക്കൂ. കണ്ടാലും രണ്ടും ഏകദേശം ഒരുപോലെ ഉണ്ടല്ലേ, പക്ഷെ രണ്ടും വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. ആദ്യം ഈ വാക്ക് നോക്കാം. ഇതെന്താണെന്നറിയാമല്ലോ, നമ്മൾ തീയതിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു. ഇത് നമ്മൾ പറയുന്നത് കാലണ്ടർ എന്നാണ്. കേട്ടല്ലോ, കാലണ്ടർ. നമ്മൾ സാധാരണ ഇത് മലയാളത്തിൽ പറയുമ്പോൾ കലണ്ടർ എന്ന് പറയാറുണ്ടല്ലേ, പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇത് കാലണ്ടറാണ്. ഐ ഹവ് മാർക്ക്ഡ് ഹിസ് ബർത്ത്ഡേ ഓൺ ദ കാലണ്ടർ. അയാളുടെ ബർത്ത്ഡേ, ആ തീയതി ഞാൻ കാലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടല്ലോ, കാലണ്ടർ. ഇനി അടുത്ത വാക്ക് നോക്കൂ. ഇത് നമ്മൾ പറയുന്നത് കലണ്ടർ എന്നാണ്. എന്താണ് ഈ കലണ്ടർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാണാമല്ലോ, എന്തെങ്കിലും കഴുകുന്നതിനോ അല്ലെങ്കിൽ വെള്ളം ഊറ്റി കളയുന്നതിനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഉണ്ടല്ലോ, ദ്വാരങ്ങളുള്ള പാത്രം. ഇതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ കലണ്ടർ എന്ന് വിളിക്കുന്നത്.
സ്പെല്ലിംഗ് കണ്ടല്ലോ, COLANDER എന്നാണ് പറയുന്നത് calendar. സെൻറ്റൻസ്, ഷീ poured the pasta into a colander to drain. ഈ ദ്വാരങ്ങളുള്ള ഈ പാത്രത്തിലേക്ക് പാസ്ത ഒഴിച്ചു. എന്തിനാണ്? വെള്ളം ഊറ്റിക്കളയാൻ. calendar. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് calendar, ഈ പാത്രത്തിന് പറയുന്നത് calendar. ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ തെറ്റിപ്പോകുന്ന വേറൊരു പെയർ ഓഫ് വേർഡ്സ് ആണിത്. കാണാമല്ലോ 2 വാക്കുകൾ. ആദ്യം നമുക്ക് ഈ വാക്ക് നോക്കാം. ഇത് നമ്മൾ പറയുന്നത് മൂവ്മെൻറ്റ് എന്നാണ്. അപ്പോൾ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ചലനം, എന്തെങ്കിലും അനങ്ങുക, അല്ലെങ്കിൽ ഒരു സമരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനും ഈ വാക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പറയുന്നത് മൂവ്മെൻറ്റ്. There was a sudden movement behind the window. ജനലിന് പിന്നിലായിട്ട് പെട്ടെന്നൊരു അനക്കം, ഒരു ചലനം ഉണ്ടായി. അപ്പോൾ അത് മൂവ്മെൻറ്റ്. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നൊക്കെ, ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച്, ഒരു സമരത്തെക്കുറിച്ച് പറയാനും ഈ വാക്ക് നമ്മൾ യൂസ് ചെയ്യും. ഇനി അടുത്ത വാക്ക് നോക്കൂ. ഇത് മൊമെൻറ്റ് ആണ്. മൊമെൻറ്റ്. മൊമെൻറ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മാത്ര സമയം എന്നൊക്കെ പറയില്ലേ, വളരെ കുറഞ്ഞ ഒരു സമയം, അതിനാണ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തത് മൂവ്മെൻറ്റ്, ഇത് മൊമെൻറ്റ്. സെൻറ്റൻസ് പറയാം. കെൻ യു വെയിറ്റ് എ മൊമെൻറ്റ്? ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യാമോ? അവിടെ പറഞ്ഞത് മൊമെൻറ്റ്. അവരേത് നിമിഷവും ഇവിടെ എത്താം. ദിൽ ബി ഹിയർ എനി മൊമെൻറ്റ്. മൊമെൻറ്റ് കേട്ടോ. ഇനി ഈ വാക്കുകൾ നോക്കൂ. ഇതിൽ ആദ്യത്തെ വാക്ക് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് നമുക്കറിയാം. രണ്ടാമത്തെ വാക്ക് പറയുമ്പോഴാണ് പലർക്കും തെറ്റിപ്പോകാറുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എളുപ്പമുള്ളത് വെച്ച് തന്നെ തുടങ്ങാം. ഇത് നമ്മൾ പറയുന്നത് സൂട്ട് എന്നാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ ഫോമലായ ഡ്രസ്സിനാണ് സൂട്ട് എന്ന് പറയുന്നത് അല്ലേ. വളരെ അപൂർവമായി സ്യൂട്ട് എന്നും പറഞ്ഞ് കേൾക്കാറുണ്ട്, പക്ഷെ കൂടുതലും സൂട്ട് എന്നാണ് പറയുന്നത്. ഹി വോർ എ ഡാർക്ക് ബ്ലൂ സൂട്ട്. ഒരു നീല നിറത്തിലെ സൂട്ടാണ് അയാൾ ധരിച്ചിരുന്നത് എന്നർത്ഥം. ഇനി അടുത്ത വാക്ക് നോക്കൂ. ഇത് നമ്മൾ ഉച്ചരിക്കുന്നത് സ്വീറ്റ് എന്നാണ്. സ്വീറ്റ്. നമ്മൾ മധുരം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയില്ലേ, അതുപോലെ തന്നെയാണ് ഈ വാക്കും നമ്മൾ ഉച്ചരിക്കേണ്ടത്, സ്വീറ്റ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു ഹോട്ടലിലൊക്കെ നമ്മൾ താമസിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു സെറ്റ് ഓഫ് റൂംസ് ഉണ്ടാവുമല്ലോ. ഒരു മുറിയായിട്ടല്ല, അതൊരു വളരെ വലിയ സ്വീറ്റ് ആണെങ്കിൽ അവിടെ ഒരു സെറ്റ് ഓഫ് റൂംസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ സ്വീറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലെ നിലയിലെ ഒരു സ്വീറ്റിലാണ് അയാൾ തങ്ങിയത്. ഹി സ്റ്റേഡ് ഇൻ എ സ്വീറ്റ് ഓൺ എ ടോപ്പ് ഫ്ലോർ. സ്വീറ്റ്. ഇനി കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന പക്ഷേ അർത്ഥത്തിലും ഉച്ചാരണത്തിലും വളരെ വ്യത്യാസമുള്ള 2 വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യം നമുക്ക് ഈ വാക്ക് നോക്കാം. ഇത് നമ്മൾ ഉച്ചരിക്കുന്നത് മോറൽ എന്നാണ്. മോറൽ. അപ്പോൾ ഇതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ധാർമ്മികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കും. ഉദാഹരണത്തിന്, എല്ലാവർക്കും നിയമം അനുസരിക്കാൻ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. എവ്രി വൺ ഹാസ് എ മോറൽ ഡ്യൂട്ടി ടു ഒബേ ദ ലോ. കണ്ടോ, അവിടെ മോറൽ എന്നാണ് പറഞ്ഞത്, ധാർമ്മികമായ എന്നർത്ഥം. വേറൊരു അർത്ഥം, നമ്മൾ ഈ കഥകളൊക്കെ വായിച്ചിട്ട് കുട്ടികളോട് ചോദിക്കില്ലേ എന്താണ് ഇതിൻ്റെ ഗുണപാഠം എന്ന്, ആ അർത്ഥത്തിലും മോറൽ എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? അപ്പോൾ അവിടെ ഗുണപാഠം എന്നാണ് അർത്ഥം. ഇനി അടുത്ത വാക്ക് നോക്കൂ. ഇത് നമ്മൾ ഉച്ചരിക്കുന്നത് മറാൽ എന്നാണ്. മറാൽ. അപ്പോൾ ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് ആത്മധൈര്യം, മനോധൈര്യം എന്നൊക്കെയാണ്. സെൻറ്റൻസിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. കളിക്കാരുടെ മനോധൈര്യം കൂട്ടാൻ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം കോച്ച് ശ്രമിച്ചു. ദ കോച്ച് ഡിഡ് ഹിസ് ബെസ്റ്റ് ടു ബൂസ്റ്റ് ദ മറാൽ ഓഫ് ദ പ്ലെയേഴ്സ്. കളിക്കാരുടെ ആത്മധൈര്യം, മനോധൈര്യം, അതാണ് മറാൽ. നമ്മൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ള 2 വാക്കുകളാണ് ഈ കാണുന്നത്. നമുക്കാദ്യം ഈ വാക്ക് നോക്കാം. ഇത് നമ്മൾ ഉച്ചരിക്കുന്നത് പേഴ്സണൽ എന്നാണ്. പേഴ്സണൽ. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യക്തിപരം, സ്വകാര്യം എന്നൊക്കെയാണ്. നമ്മൾ പറയില്ലേ പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്ന്. അപ്പോൾ ഒരാളുടെ സ്വന്തമായ വസ്തുവകകൾ, അതാണ് പേഴ്സണൽ ബിലോങ്ങിങ്സ്. അപ്പോൾ ആ ബാഗിലുള്ളത് എൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ആണ് എന്ന് പറയാം നമുക്ക്. ഞാനിങ്ങനെ സെൻറ്റൻസസ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ശരിക്ക് മനസ്സിൽ പതിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ. ദിസ് സോങ് ഇസ് എ പേഴ്സണൽ ഫേവറേറ്റ് ഓഫ് മൈൻ. ഈ പാട്ട് വ്യക്തിപരമായി എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്നർത്ഥം. പക്ഷേ ഈ വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത് പേഴ്സണൽ എന്നാണ്. പേഴ്സണൽ. അതായത് ഒരു ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ചേർത്ത് പറയാനാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയാം. ഓൺലി ഓഥറൈസ്ഡ് പേഴ്സണൽ ഹാവ് ആക്സസ് ടു ദ ലാബ്. ലാബിലേക്ക് അധികാരപ്പെട്ട ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. കണ്ടോ, ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് പേഴ്സണൽ എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട വാക്ക് എന്തായിരുന്നു? പേഴ്സണൽ. ഇത് പേഴ്സണൽ. വ്യത്യാസം മനസ്സിലായല്ലോ. ഇതും നമ്മളെ കുഴപ്പിക്കുന്ന 2 വാക്കുകളാണ്. ഇതിൽ ആദ്യത്തെ വാക്ക് SOW,
ഇത് നമ്മൾ ഉച്ചരിക്കുന്നത് സോ എന്നാണ്. സോ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വിത്തൊക്കെ വിതയ്ക്കുക എന്ന അർത്ഥത്തിലാണ്. സെൻറ്റൻസ് നോക്കൂ. ഐ വിൽ സോ ദ സീഡ്സ് ഇൻ പോട്ട്സ്. കണ്ടോ, സോ വിതയ്ക്കുക എന്നർത്ഥം. പക്ഷേ ഈ വാക്ക് കണ്ടോ, SEW. അപ്പോൾ തയ്ക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ സാധാരണ പറയാറുള്ളത് സ്യൂ എന്നാണല്ലോ. അതാണ് ഇവിടുത്തെ കൺഫ്യൂഷനും. ഇതിൻ്റെ സ്പെല്ലിംഗ് SEW എന്നാണെങ്കിലും ഇതും നമ്മൾ ഉച്ചരിക്കേണ്ടത് സോ എന്ന് തന്നെയാണ്. അപ്പോൾ SOWയും SEWയും ഒരേപോലെ സോ എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ തയ്യൽ മെഷീൻ എന്ന് പറയും സോയിങ് മെഷീൻ. സ്യൂയിങ് മെഷീൻ അല്ല കേട്ടോ, സോയിങ് മെഷീൻ. എൻ്റെ അമ്മയാണ് എന്നെ തയ്ക്കാൻ പഠിപ്പിച്ചത്. മൈ മദർ ടോട്ട് മീ ടു സോ. സ്യൂ അല്ല, സോ. ഇനി അടുത്ത പെയർ ഓഫ് വേർഡ്സ് നോക്കൂ. ആദ്യം നമുക്ക് ഈ വാക്ക് നോക്കാം. ഇത് നമ്മൾ ഉച്ചരിക്കുന്നത് സോൾജർ എന്നാണ്. സോൾജർ അർത്ഥം സൈനികൻ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡി കാണാം, പക്ഷെ സോൾജർ എന്നല്ല പറയുക, സോൾജർ എന്നാണ് വാക്ക് വരുന്നത്. ചെറുപ്പകാലത്ത് അയാളൊരു സൈനികനായിരുന്നു. ഇൻ ഹിസ് യൂത്ത് ഹി വാസ് എ സോൾജർ. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ വളരെ ചെറിയൊരു വ്യത്യാസമേ സ്പെല്ലിങ്ങിലുള്ളൂ. ഈ വാക്ക് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് സോൾഡർ എന്നാണ്. അതായത് ഇവിടെ ഡി ആണ് വരുന്നത്, സോൾഡർ. ഇതിൻ്റെ അർത്ഥം വിളക്കുക എന്നാണ്. വിളക്കി ചേർക്കുക എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിലാണ് ഈ വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെൻറ്റൻസ് നോക്കാം. സോൾഡർ ദ 2 pieces ടുഗെദർ. ആ 2 കഷ്ണങ്ങൾ ഒന്നിച്ച് വിളക്കി ചേർക്കൂ എന്നാണ് പറയുന്നത്. കണ്ടോ, സോൾഡർ. അപ്പോൾ ആദ്യം കണ്ടത് സോൾജർ, ഇത് സോൾഡർ. ഈ 2 വാക്കുകൾ കാണാമോ? ആദ്യത്തെ ഈ വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത് ഡം എന്നാണ്. അവിടെ DUMB ഉണ്ട്, പക്ഷേ ബി സൈലൻ്റ് ആണ്. ഇങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകളുണ്ട് ബി സൈലൻ്റ് ആവുന്നത്. അതിലൊന്നാണിത്. ഇത് നമ്മൾ പറയുന്നത് ഡം എന്നാണ്. ബി വരുന്നേ ഇല്ല കേട്ടോ ഉച്ചാരണത്തിൽ. അപ്പോൾ ഈ വാക്കിനും പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, നമുക്ക് സംസാരിക്കാൻ സാധിക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, വളരെ ഫൂളിഷായിട്ടുള്ള മണ്ടത്തരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയുക, ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിലും ഈ വാക്ക് നമുക്ക് യൂസ് ചെയ്യാം. സെൻറ്റൻസ് നോക്കൂ. ഹി വാസ് സ്ട്രക്ക് ഡം ബൈ സർപ്രൈസ്. അത്ഭുതം കൊണ്ട് അയാൾക്കൊന്നും ഉരിയാടാൻ പറ്റാത്ത പോലെ ആയിപ്പോയി. ഹി വാസ് സ്ട്രക്ക് ഡം. അടുത്തത്, അത് വിശ്വസിക്കാൻ വേണ്ടും ഞാനൊരു വിഡ്ഢിയല്ല. ഐ എം നോട്ട് ഡം ഇനഫ് ടു ബിലീവ് ദാറ്റ്. ഐ എം നോട്ട് ഡം ഇനഫ് ടു ബിലീവ് ദാറ്റ്. ബി സൈലൻ്റ് ആണ്. പക്ഷേ അടുത്ത വാക്ക് നോക്കൂ. ഇവിടെ DUMP ആണല്ലോ വരുന്നത്. ഇത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഡം എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിനർത്ഥം എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിച്ച് കളയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു നിലത്തേക്കൊക്കെ അലക്ഷ്യമായിട്ട് ഇടുക എന്നൊക്കെയാണ്. ഷി ഡംപ്ഡ് ദ ബാഗ്സ് ഓൺ ദ ഫ്ലോർ. അവൾ ആ ബാഗുകൾ നിലത്തേക്ക് അങ്ങോട്ട് ഇട്ടു. ഷി ഡംപ്ഡ് ദ ബാഗ്സ്. പി വരുന്നുണ്ട് അവിടെ. ഇനി ഞാൻ കാണിക്കുന്നത് ഒന്നൊരു വാക്കും മറ്റതൊരു ഫ്രേസുമാണ്. ഫ്രേസ് എന്ന് വെച്ചാൽ വാക്കുകളുടെ ഒരു കൂട്ടം. അപ്പോൾ ആദ്യത്തത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് നോക്കൂ. ഇത് നമ്മൾ പറയുന്നത് ഹോളിഡേ എന്നാണ്. ഹോളിഡേ അർത്ഥം എന്താണ്? അവധി ദിവസം അല്ലെങ്കിൽ വിശ്രമ ദിവസം എന്നൊക്കെ അർത്ഥം. വെക്കേഷൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഈ വാക്ക് യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, വി ആർ ഗോയിങ് ടു സ്പെയിൻ ഫോർ അവർ ഹോളിഡേയ്സ്. വെക്കേഷന് ഞങ്ങൾ സ്പെയിനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഹോളിഡേയ്സ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനി ഞാൻ കാണിക്കുന്നത് നോക്കൂ. ഇതൊരു വാക്കല്ല, ഇതൊരു ഫ്രേസാണ്. ഇവിടെ 2 വാക്കുകളുണ്ടല്ലോ. ഇത് നമ്മൾ പറയുന്നത് ഹോളി ഡേ എന്നാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഹോളിഡേ ആയിരുന്നു. ഇത് ഹോളി ഡേ, പുണ്യദിനം എന്നർത്ഥം. അതായത് ഒരു മതപരമായിട്ടൊക്കെ പ്രത്യേകതകളുള്ള ഒരു ദിവസത്തെയാണ് നമ്മൾ ഹോളി ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് മതപരമായി ഒരു ഉത്സവമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പെരുന്നാളായിരിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പറയാം, ക്രിസ്മസ് ഇസ് എ ഹോളി ഡേ ഫോർ ക്രിസ്ത്യൻസ്. അപ്പോൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഹോളി ഡേ ആണ്, പുണ്യ ദിവസമാണ്. അപ്പോൾ ഉച്ചാരണത്തിലുള്ള വ്യത്യാസം കണ്ടല്ലോ. ആദ്യത്തേത് ഹോളിഡേ, ഇത് ഹോളി ഡേ. ഈ കാണുന്നത് ഇന്നത്തെ നമ്മുടെ അവസാനത്തെ പെയർ ഓഫ് വേർഡ്സ് ആണ്. ഇതിൽ ആദ്യത്തെ വാക്ക് ഉച്ചരിക്കുമ്പോഴാണ് ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുള്ളത്. ഇത് നമ്മൾ പറയേണ്ടത് കൗച്ച് എന്നാണ്. ഇവിടെ അർത്ഥമാക്കുന്നത് 2-3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന നീളമുള്ള ഒരു സോഫ അല്ലെങ്കിൽ ഒരു സെറ്റി എന്നാണ്. ദേ സാറ്റ് ഡൗൺ ഓൺ എ കൗച്ച്. അവർ ഒരു കൗച്ചിലിരുന്നു എന്നർത്ഥം. ഈ വാക്ക് ഉച്ചരിക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. ഇത് നമ്മൾ പറയുന്നത് കോച്ച് എന്നാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമ്മളെ പരിശീലിപ്പിക്കുന്ന, ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരാളെയാണ് കോച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിന് കോച്ച് ചെയ്യാമെന്ന് പറയും കേട്ടോ, വേർബായിട്ടും യൂസ് ചെയ്യും. അപ്പോൾ ഒരു സെൻറ്റൻസ് പറയാം, ഹു ഇസ് ദ ടീം കോച്ച്? ആരാണ് ടീമിൻ്റെ കോച്ച്? അപ്പോൾ കോച്ച് എന്നാണ് ഇത് പറയുന്നത്. ആദ്യം കണ്ട സോഫയെ നമ്മൾ വിളിക്കുന്നത് കൗച്ച് എന്നാണ്. അങ്ങനെ ഇന്ന് നമ്മൾ 12 പെയർസ് ഓഫ് വേർഡ്സ് കണ്ടു.
ഈ വാക്കുകളെല്ലാം ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലേ ആ ഉച്ചാരണം നമുക്ക് ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ അതെന്നെ അറിയിക്കുക. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ ബൈ.